ഈ ചെകുത്താനച്ഛന്റെ മേടേതല്ലേ? ചെകുത്താനച്ഛനോ? അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടെ, അത് അച്ഛന്റെ ഇരട്ട പേരാകുന്നു. അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത്. വിശ്വാസികൾ ഡോക്ടർ മികായലച്ച എന്നെ വിളിക്കൂ. ഒരു ബാധ കയറിയ കേസ് ഉണ്ടായിരുന്നു, അച്ഛനൊന്ന് കാണണമല്ലോ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആളെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആർക്കാ? എല്ലാം മിഖായലച്ചനോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓ, കയറി വരൂ കുഞ്ഞാടുകളെ. പിന്നെ ശ്വാസം. കർത്താവേ, നിനക്ക് നന്ദി. സംശയിച്ചതുപോലെ ആ പെൺകുട്ടി നിങ്ങളുടെ മകൾ ഡെയ്സി തന്നെ. വരൂ, ഇങ്ങോട്ടിരിക്കൂ. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവളിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നോ? ഉവച്ചോ, ഒരു സ്റ്റഡി ടൂറിന് പോയി വന്നതിന് ശേഷം ഡെയ്സി മോളിൽ ആകെ മാറ്റമായിരുന്നു. പിറ്റേന്നൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അന്ത് വെളുപ്പിന് മോളെ കാണാതാവുന്നു. ഇത് പ്രേതബാധയാണോ അച്ചോ, അതോ വേറെ വല്ല അസുഖമാണോ? വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ്. മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം. കൺവേർഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവുമുണ്ട്. എനിവേ, all these diseases are different versions of hysteria. അപ്പൊ ഇത് പ്രേതബാധ അല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും. വേറെ ചില മണ്ടന്മാർ ഇതിനെ സൈക്കാട്രിസ്റ്റ് കേസ് എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ ഇത് രണ്ടുമല്ലാതെ മറ്റെന്താണ് പറയുക? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഫാദർ പറയും. ആട്ടെ, കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞത്? ഞാനാണച്ചോ. എന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. നിങ്ങൾ കുട്ടിയുടെ ആരാ? ഞാനിവരുടെ കുടുംബ സുഹൃത്താ. പിന്നെ ഇവന് വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എന്റെ മകളെ. മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയിലാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. ഫാദർ ഒന്ന് അവിടം വരെ വന്നാൽ. ഇല്ല, ഞാൻ കുറെ കാലമായി വെളിയിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല. എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത്. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അച്ഛനെ കൂടി കൈയൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. എടോ വെട്ടുകുഴി, ഫാദർ, തനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഫാദർ. ഇത് കൈമാറാതെ വലത് കൈയിൽ തന്നെ സൂക്ഷിക്കണം. ആ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഞങ്ങളുടെ ഡെയ്സി. അവളുടെ ഭർത്താവെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുക്കനെ അടുത്ത് നിൽക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. എന്റെ ആത്മാവിനോ? ഞങ്ങളുടെ കൂടി ചേർത്ത് പ്രാർത്ഥിക്കച്ചോ. അച്ഛൻ എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമല്ല കുഞ്ഞാടെ, സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. മായ വന്നോളൂ. എന്താ തന്റെ ഉദ്ദേശം? ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഡെയ്സി മോളെ, ഞാൻ ഡെയ്സി ഒന്നുമല്ല, എന്റെ പേര് മായാന്നാ. കേട്ടല്ലോ, ഇനിങ്ങനെ പോയിക്കൂടെ? അസുഖമുള്ള കുട്ടിയാ, അവൾ അങ്ങനെ പറയൂ. അസുഖം എനിക്കല്ല, തനിക്കാ. ഉണ്ണി വാ, നമുക്ക് പോവാം. കുഞ്ഞാടെ, നീ സാത്താന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. താന്ന് പോടോ. വാ മോളെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. സ്വർഗസ്ഥനായ മിശിഹാ തമ്പുരാനെ, സാത്താന്റെ പിടിയിൽ നിന്ന് ഡെയ്സി മോളെ രക്ഷിക്കണമേ.
പൊടിയെടുത്തോ അല്ലെങ്കിൽ നമുക്ക് ഇവരെ കൊല്ലാണ്ടി വരും വിടാ നിന്ന് പിടയ്ക്കാന്നില്ല ഡേസി അവിടെ കിടത്തി കിടക്കട്ടെ. കുരിശും കൊന്തയും കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം എന്താവെന്ന് അറിയാലോ പിതാവേ. പിതാവേ പരീക്ഷണമരുത്, കൊന്ത കയ്യിൽ കിട്ടണമേ. പിതാവേ പരീക്ഷണമരുത്, കൊന്ത കയ്യിൽ കിട്ടേ. ഞാനിപ്പോൾ പറന്നു പോയേനെ കുഞ്ഞാട്ടെ. ഡേസി വിളിച്ചോ? ഡെയ്സിയോ? അത് ഡെയ്സി അല്ല, യേശിയാണ്. എന്നോടൊന്നും ചോദിക്കരുത്. നമുക്ക് പോകാം, കണ്ടീഷൻ വളരെ മോശമാണ്. മുറിക്ക് പിടിച്ചു നിന്നോ കുഞ്ഞാടേ, അല്ലെങ്കിൽ തെറിച്ചു പോകാം. എന്തെങ്കിലും മന്ത്രം ജപിക്കച്ചോ, അല്ലെങ്കിൽ അവള് നമ്മളെ കൊല്ലും. കൊന്ത പോയുടെ കുഞ്ഞാടെ, ഇനിയൊരു മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാച്ചോ? നമുക്ക് ഓടി രക്ഷപ്പെടാൻ വരൂ കുഞ്ഞാടികളെ. അയ്യോ എന്റെ മോൻ തോമാച്ചൻ. താഴെ ഇറങ്ങടാ, താഴെ ഇറങ്ങാന് പറഞ്ഞേ, താഴെ ഇറങ്ങാൻ. വേഗം വിട്ടു, അവരെല്ലാവരും പൊക്കിക്കൊണ്ടിരിക്കാം. ഈ കാറ് പൊങ്ങി സാത്താനെ. ഗായത്രി പോയിക്കോളൂ, ഞാൻ ഉണ്ണിട്ട് വന്നോളാം. ഉണ്ണി ഉണ്ണി ഉണ്ണി. മായ നിനക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല. ഉണ്ണി എഴുന്നേക്ക്, വാ പോവാം. അവര് പോയോ? അവര് പോയി. ദേ ഇന്ദു വരുന്നുണ്ട്. ഇന്ദു? ഉം. ദേ അവളോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പറ്റി ഉണ്ണിയേട്ടാ? ഞങ്ങള് വെറുതെ കാറ്റുള്ള ഇറങ്ങിയത് അല്ലേ മായ? നീ എന്താ ഇവിടെ? ഗായത്രി ഞാനും ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാ, കാർ കണ്ട് നിർത്തിയതാ. ആ നീ ഇതൊന്നും ചെന്ന് മുത്തശ്ശിയോട് പറയാൻ നിൽക്കണ്ട. പാപ്പോ ഉം.